ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് DFAയുടെ കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ആണ്. DFAയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ 2 സെഷൻസ് ഇതിന്റെ ചെയ്ത് കഴിഞ്ഞിരുന്നു. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക. DFAയിൽ നിന്ന് ഒത്തിരി വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതിൽ ഇപ്പൊ ജനറലി ചോദിച്ച് കണ്ടിട്ടുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ ബൈനറി റെപ്രസെന്റേഷൻ ഡിവിസിബിൾ ബൈ ഒരു നമ്പർ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് construct a DFA which accepts all strings over 0 and 1 which is interpreted as binary number divisible by 3. ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിവിസിബിൾ ബൈ എ നമ്പർ, ഇപ്പൊ ഡിവിസിബിൾ ബൈ n ആണ് തന്നിരിക്കുന്നത് എങ്കിൽ, സപ്പോസ് ഡിവിസിബിൾ ബൈ n എന്ന് തന്നിരിക്കുകയാണെങ്കിൽ ഒരു നമ്പർ ഒരു നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് പോസിബിൾ സെറ്റ് ഓഫ് റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് ആ നമ്പർ -1 വരെയാണ്. അത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു ഏത് നമ്പറിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ 0യോ 1ഓ 2ഓ ഉള്ളൂ. 3 അല്ലെങ്കിൽ അതിന്റെ അബവ് ഉള്ളത് ഒരിക്കലും വരില്ല. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യം ഓർക്കണം. സോ ഫസ്റ്റ് തിങ്, whenever a binary representation of a number divisible by എന്തെങ്കിലും ഒരു നമ്പർ തന്നിരിക്കും, ആദ്യം തന്നെ അതിന്റെ പോസിബിൾ സെറ്റ് ഓഫ് റിമൈൻഡേഴ്സിനെ ഒന്ന് എഴുതുക. ഇവിടെ പോസിബിൾ സെറ്റ് ഓഫ് റിമൈൻഡേഴ്സ് Q0, Q1, Q2 ആണ്. ഇതിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. അതായത് Q0, Q1, Q2 എന്ന് കൺസിഡർ ചെയ്യും. ഇതിലെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിവിസിബിൾ ബൈ 3 എന്നാണ്. ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആകുന്ന കണ്ടീഷൻ ആണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 തന്നെ. ഇനി ഇതിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ അങ്ങോട്ട് എഴുതാൻ പറ്റും. അതായത് ഇപ്പം ഒരു എനി നമ്പർ 3യേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ അത് തന്നെയാണ് റിമൈൻഡർ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഞാൻ അതിന്റെ ബൈനറി റെപ്രസെന്റേഷനെ അങ്ങനെ തന്നെ എഴുതുന്നു. 1, 2. 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ അത് അതിന്റെ റിമൈൻഡർ 0 ആണ്. സോ 3യെ ഞാൻ Q0 അണ്ടറിൽ എഴുതുന്നു. 4 ഡിവൈഡഡ് ബൈ 3 റിമൈൻഡർ 1 ആണ്. സോ 1ന്റെ അണ്ടറിൽ ഞാൻ 4നെ എഴുതുന്നു. ഒരു ബൈനറി റെപ്രസെന്റേഷൻ ആണ് ഞാൻ എഴുതുന്നത്. 5 2ന്റെ അണ്ടറിൽ, 6 വന്നിട്ട് വീണ്ടും 0യിൽ വരും. അപ്പൊ 6, 7 വന്നിട്ട് 1 റിമൈൻഡർ, 8 വരുമ്പോൾ 2 ആയിരിക്കും റിമൈൻഡർ, 9 വരുമ്പോൾ 0 ആയിരിക്കും റിമൈൻഡർ, 10 വരുമ്പോൾ അഗെയിൻ 1 വരും, 11 വരുമ്പോൾ 2 വരും. ഇങ്ങനെയാണ് അതിന്റെ ഒരു പാട്ട്. ഞാൻ ഇതിനെ ഒന്ന് DFAയിലേക്ക് വരയ്ക്കാൻ പോവാണ്. സോ സ്റ്റാർട്ടിങ് ഞാൻ Q0യിൽ നിന്ന് തുടങ്ങുന്നു. ഡിവിസിബിൾ ബൈ ആയിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു Q0 തന്നെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഇനി Q1 ഉണ്ട്, Q2 ഉണ്ട്. സ്റ്റേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞ, റിമൈൻഡർ ആണ് ഞാനിവിടെ സ്റ്റേറ്റ്സ് എന്ന് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ Q0യിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 0 വന്നാൽ എത്ര നമ്പർ ഓഫ് 0 വന്നാലും നമ്മൾ Q0യുടെ അണ്ടറിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ കോളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് Q0യിൽ എത്ര നമ്പർ ഓഫ് 0 വന്നാലും ഞാൻ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ്, ഓരോ കണ്ടീഷനെയും നമ്മൾ Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. സോ ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി Q0 അണ്ടറിലുള്ള നെക്സ്റ്റ് തിങ്ങിനെ എടുക്കുന്നു. Q0 0യിൽ നിന്ന് വരും. Q0 ഈ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ Q0 0 റീഡ് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ Q0യിൽ തന്നെ Q0 1 വന്നു കഴിഞ്ഞാൽ ഇന്നൊന്നും റീഡ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ കിടക്കുന്ന Q1ന്റെ അണ്ടറിലാണ്. സോ Q0യിൽ നിന്ന് 1 റീഡ് ചെയ്താൽ നമ്മൾ Q1ലേക്ക് മൂവ് ചെയ്യണം. സോ ഇനി ഒന്നും റീഡ് ചെയ്യാനില്ല, ഇത് കഴിഞ്ഞു. വീണ്ടും Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. Q0യിൽ നിന്ന് 1 വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ആ ട്രാൻസിഷൻ നമ്മൾ വരച്ച് നമ്മൾ Q1ലെത്തി. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് Q1ൽ നിന്ന് 0 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ Q2ന്റെ അണ്ടറിൽ. സോ Q1ൽ നിന്ന് 0 കൺസിഡർ ചെയ്താൽ ഞാൻ Q2ലേക്ക് വരണം. നെക്സ്റ്റ് തിങ്, ഇതും കഴിഞ്ഞു. വീണ്ടും Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. Q0യിൽ 1 വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഇതാ ഒരു ട്രാൻസിഷൻ വന്നു, നമ്മൾ Q1ലുണ്ട്. സോ Q1ൽ 1 വന്നാൽ, ഇതുവരെ Q1ൽ 1 വന്നിട്ടില്ല. Q1ൽ 1 വന്നാൽ നമ്മൾ Q0യിലേക്ക് പോകണം. കാരണം അത് കിടക്കുന്നത് Q0യുടെ അണ്ടറിലാണ്. നമ്മൾ 1 വന്നാൽ Q0യുടെ അണ്ടറിലേക്ക് പോകും. ഇതും കഴിഞ്ഞു. ഇനി വീണ്ടും Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. Q0യിൽ നിന്ന് 1 വരുമ്പോൾ നമ്മൾ Q1ലെത്തി. Q1ൽ നിന്ന് 0 വരുമ്പോൾ നമ്മൾ Q2ലെത്തി. സോ Q2യിൽ ഇനി 0 വന്നാൽ Q1ന്റെ അണ്ടറിലേക്കാണ്. സോ Q1ൽ ഇവിടെ 0 വന്നാൽ നമ്മൾ Q1ന്റെ അണ്ടറിലേക്ക്. ഇതും കഴിഞ്ഞു. Q0യിൽ നിന്ന് 1 വീണ്ടും, Q0യിൽ നിന്ന് 1 വന്നാൽ നമ്മൾ ഇവിടെ Q1ല്. സോ Q1ൽ 0 വന്നാൽ നമ്മൾ Q2ല്. Q2ൽ 1 വന്നാൽ Q2ന്റെ അണ്ടറിൽ തന്നെയാണ്. സോ 1 വന്നാൽ Q2ന്റെ അണ്ടറിൽ തന്നെ. ഇനി നമ്മൾ ഇതെടുക്കാം. സോ ഇതും കഴിഞ്ഞു. ഇനി Q0 1 വന്നു കഴിഞ്ഞാൽ Q1ല്. സോ Q1ൽ 1 വന്നു കഴിഞ്ഞാൽ Q0യിൽ 0 വന്നാൽ Q0യിൽ തന്നെ. സോ നമ്മൾ ഓൾറെഡി ആ ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എല്ലാ ട്രാൻസിഷൻസും എല്ലാ സ്റ്റേറ്റിലും ആയോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിവിടെ നിർത്താം. മീൻസ് Q0യിൽ നിന്ന് 0യും 1ഉം വന്നു കഴിഞ്ഞു. സോ Q0യുടെ
കഴിഞ്ഞു. Q1ൽ നിന്ന് 0യും 1ഉം ഔട്ട് ഗോയിങ് വന്നു കഴിഞ്ഞു. സോ അതും കഴിഞ്ഞു. Q2ൽ 0യും 1ഉം ഔട്ട് ഗോയിങ് വന്നു കഴിഞ്ഞു. സോ ഇതും കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ ഫൈനൽ റെപ്രസെന്റേഷൻ ഓഫ് ദ DFA ഇൻ ദ നമ്പർ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് എ നമ്പർ ഡിവിസിബിൾ ബൈ എനി നമ്പർ. നിങ്ങൾ ഇതിന്റെ സെയിം വേ ഒന്ന് ഡിവിസിബിൾ ബൈ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് എ നമ്പർ ഡിവിസിബിൾ ബൈ ഒരു 5ഓ 4ഓ എന്ത് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിൽ ആക്ച്വലി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇത് വന്നിട്ട് ഡിവിസിബിൾ ബൈ 4 നമുക്കൊന്ന് നോക്കാം. സോ എന്തൊക്കെയാണ് പോസിബിൾ സെറ്റ് ഓഫ് റിമൈൻഡേഴ്സ്? Q0 വരാം, Q1 വരാം, Q2 വരാം, Q3 വരാം. ഇത്രേ ചാൻസ് ഉള്ളൂ. ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് നമ്മുടെ ഇത് തന്നെയായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ആദ്യത്തെ എഴുതാം, കാരണം അത് ലെസ് ദാൻ നമ്പേഴ്സ് ആയതുകൊണ്ട്. ഇനിയുള്ളത് 4 വരുമ്പോൾ ഇവിടെ വരണം, 5 വരുമ്പോൾ ഇതില്, 6 വരുമ്പോൾ ഇതില്, 7 വരുമ്പോൾ 3ല്, 8 വരുമ്പം ഇവിടെ, 9 വരുമ്പം Q1ല്, 10 വരുമ്പോൾ Q2ല്, 11 വരുമ്പോൾ Q3ല്, 12 വരുമ്പം Q0ല് വീണ്ടും, 13 വരുമ്പോൾ ഇവിടെ, 14 വരുമ്പോൾ ഇവിടെ, 15 വരുമ്പോൾ ഇവിടെ. ഇങ്ങനെയാണ് ബേസിക് റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് വരയ്ക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഡിവിസിബിൾ ബൈ 4 Q0 തന്നെ ഇനീഷ്യലും ഫൈനലും, Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. സോ എത്ര നമ്പർ ഓഫ് സീറോസ് വന്നാലും Q0യിൽ തന്നെ 0 ഓൾറെഡി വന്നു, പിന്നെ Q0യിൽ നിന്ന് 1 വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക്, 1 ഓൾറെഡി വന്നു, പിന്നെ 0 വന്നു കഴിഞ്ഞാൽ Q2യിലേക്ക്, 1 ഓൾറെഡി വന്നു. ഇനി നമ്മൾ ഇവിടെ Q0യിൽ നിന്ന് 1 ഓൾറെഡി വന്നപ്പോൾ നമ്മൾ Q1ലാണ് കേട്ടോ നിൽക്കുന്നത്. Q1ൽ 1 വന്നാൽ Q3യിലേക്ക് വേണം പോകാൻ. സോ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് 1 പോകുന്നത്. ഇനി വീണ്ടും Q0 1 ഓൾറെഡി വന്നു, 0 ഓൾറെഡി വന്നു. സോ Q0യിൽ നിന്ന് ഇവിടെ Q1, Q1ൽ നിന്ന് 0 വന്നു കഴിഞ്ഞാൽ Q2, Q2ൽ നിന്ന് 0 ഇതുവരെ വന്നിട്ടില്ല. Q2ൽ നിന്ന് 0 വന്നാൽ അത് Q0യിലേക്കാണ് പോകേണ്ടത്. സോ ഞാൻ അതിനതാ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി 1 0 1 1 0. അപ്പൊ ഇവിടെ നിന്നൊരു 1 ആണ് വരേണ്ടത്. സോ ഇവിടെ നിന്ന് 1 വന്നു കഴിഞ്ഞാൽ Q1ലേക്ക്. സോ ഇത് വന്നിട്ട് Q1ലേക്ക്. അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി 1 1 0 1 വന്നു, 1 വന്നു, 0 ഇവിടെ നമ്മളിപ്പോ Q3യിലാണ് നിൽക്കുന്നത്. Q3 നിന്ന് 0 വന്നാൽ Q2യിലേക്ക്. സോ Q3 നിന്ന് 0 വന്ന Q2യിലേക്ക്. ഇനി 1 1 1 1 വന്നു, 1 വന്നു. Q3യിൽ നിന്ന് 1 വന്നാൽ Q3യിൽ വന്നു. സോ ഇത് വന്നിട്ട് Q3യിൽ എത്ര നമ്പർ ഓഫ് 1 വന്നാൽ Q3യിൽ വന്നു. 1 0 0 1 വന്നു, 0 വന്നു, 0 വന്നു, 0 വന്നു. അതെ, അപ്പം 8 വന്നിട്ട് ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. 1 0 0 1 9 എവിടെയാന്ന് നോക്കാം. 1 0 0 1 നമ്മൾ ഇപ്പം റെപ്പിറ്റേഷനിൽ എല്ലാം കറക്റ്റ് വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാ ട്രാൻസിഷൻസും ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ Q0യിൽ 0യും വന്നു, 1ഉം വന്നു. ഇറ്റ്സ് കറക്റ്റ്. Q1ൽ 0യും വന്നു, 1ഉം വന്നു. സോ ഇറ്റ്സ് ഓൾസോ ഡൺ. Q2ൽ 0യും വന്നു, Q2ലും 1 വന്നു. സോ ദാറ്റ്സ് ഓൾസോ ഡൺ. Q3ൽ 0യും വന്നു, Q3ലും 1 വന്നു. സോ ദാറ്റ്സ് ഓൾസോ ഡൺ. ഇനി ഈ ആദ്യത്തേതിലും ഞാൻ മറന്നുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ DFAയുടെയും എല്ലാ മെമ്പേഴ്സിനെ എഴുതണം. സോ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0, Q1, Q2 and Q3. Next one, alphabets, that is sigma of 0 and 1 ആണ്. Because നമ്മുടെ ബൈനറി റെപ്രസെന്റേഷൻ ആണ്. ഡെൽറ്റ ഓൾറെഡി ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് Q0, ഫൈനൽ സ്റ്റേറ്റ് ഈസ് ഓൾസോ Q0. ഇത്രയും നമ്മൾ എഴുതിയാൽ മാത്രമേ ഒരു DF കംപ്ലീറ്റ് ആവുള്ളൂ. സോ സിമിലർ മാനർ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് എ നമ്പർ ഡിവിസിബിൾ ബൈ 5 നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. സെക്കൻഡ്, ഇതിലൊരു ചെറിയ വേരിയേഷൻ നമുക്ക് വരുത്താൻ പറ്റും. ഇഫ് സപ്പോസ് ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് നമ്പർ ഡിവൈഡഡ് ബൈ 3 gives remainder more than 1, അല്ലെങ്കിൽ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് എ നമ്പർ ബൈനറി നമ്പർ മോഡ് 3 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു എന്ന് കരുതുക, അല്ലെങ്കിൽ മോഡ് 4 ഗ്രേറ്റർ ദാൻ 1, അതായത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 1ൽ കൂടുതൽ വരുന്ന കണ്ടീഷൻ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരൊറ്റ ചേഞ്ചേ വരുള്ളൂ. Q2 Q3യും ആയിരിക്കും ഇപ്പൊ ഇതിലെ ഫൈനൽ സ്റ്റേറ്റ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പർ ഓഫ് മോഡ് 4 ഗ്രേറ്റർ ദാൻ 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് വന്നിട്ട് Q2ഉം Q3യും ആവും. Q0 ആയിരിക്കും, Q2ഉം Q3യും ആയിരിക്കും അവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്. ബാക്കി ബൈനറി റെപ്രസെന്റേഷന്റെ എന്ത് ക്വസ്റ്റ്യൻസിൽ ഡിവിസിബിൾ വന്നാൽ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾക്ക് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു DFA ദാറ്റ് റിജക്ട് എ സ്ട്രിംഗ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ ലാംഗ്വേജ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് DFA ദാറ്റ് റിജക്ട് ദ സ്ട്രിംഗ് വിത്ത് മോർ ദാൻ 3 A's. Reject the string with more than 3 A's, അല്ലെങ്കിൽ reject the string with the substring BA. ആദ്യം ഞാൻ DFA that reject string with the substring BA over the alphabet A and B. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ, അതായത് കോംപ്ലിമെന്റിങ് അല്ലെങ്കിൽ റിജക്റ്റിംഗ്, നെഗേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
ഈ നെഗേറ്റഡ് അല്ലാത്ത DFA വരയ്ക്കുക. ദാറ്റ് മീൻസ് ഇവിടെ വിത്ത് സബ്സ്ട്രിംഗ് BA ആദ്യം വരയ്ക്കുക. സോ വിത്ത് സബ്സ്ട്രിംഗ് BA എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് വന്നിട്ട് BA ആവാം. ബിക്ക് മുമ്പ് എയോ ബിയോ എന്തും വരാം. BA അത് കഴിഞ്ഞിട്ടോ എയോ ബിയോ BBയോ എന്ത് വേണമെങ്കിലും വരാം. സോ ഇൻ ഷോർട്ട് ഇതിന് മുമ്പ് എന്തെങ്കിലും വരാം. BA ഇൻ ബിറ്റ്വീൻ വേണം എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു കേസ് നമ്മൾ ആദ്യം വരയ്ക്കണം. സോ BA സബ്സ്ട്രിംഗ് വരുന്ന കേസിൽ വരയ്ക്കുമ്പോൾ ഒരു DFAയുടെ കണ്ടീഷനിൽ ഞാൻ ആദ്യം BA സബ്സ്ട്രിംഗ് വരാൻ കഴിയുന്നത് വരയ്ക്കുകയാണ്. Q1ന്ന് Q2ന്ന് A റീഡ് ചെയ്താൽ നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ടാവണം. ഇവിടെ A ആണ് മിസ്സിംഗ്. ഇവിടെ എത്ര നമ്പർ ഓഫ് A വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വരച്ചു. Q0ൽ Aയും Bയും കഴിഞ്ഞു. Q1ൽ B മിസ്സിംഗ് ആണ്. ഇത് എത്ര നമ്പർ ഓഫ് B വന്നാലും നമുക്ക് പ്രശ്നമില്ല. കാരണം BA എന്നുള്ള ഒരു കോമ്പിനേഷൻ കിട്ടിയാൽ മതി. അതുകൊണ്ട് അതും പ്രശ്നമല്ല. ഇനി Q2ൽ Aയും Bയും മിസ്സിംഗ് ആണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് Aയോ Bയോ വന്നാലും നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കുന്നു. ഇനി ഇതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഇതില് ഒരൊറ്റ ഇന്റർചേഞ്ച് നടത്തിയാൽ മതി നമുക്ക്. ഇതിലെ നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് എല്ലാം ഫൈനൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റുകളെല്ലാം നോൺ ഫൈനൽ സ്റ്റേറ്റും ആക്കിയാൽ മാത്രം മതി. സോ ഇതിൽ എന്താന്ന് വെച്ചാൽ അതായത് ഇതിനെ നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0 ഇനീഷ്യൽ സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് തന്നെ നിൽക്കും. എയും കുഴപ്പം ഇതും Q0 ഇതൊരു Q0 ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആവും. അതൊരു ഫൈനൽ സ്റ്റേറ്റ് ആവും. Q1ഉം ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആവും. അതൊരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആവും. Q2 ഒരു ഫൈനൽ സ്റ്റേറ്റ് അതുകൊണ്ട് അതൊരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആകും. ബാക്കി ട്രാൻസിഷൻസ് എല്ലാം അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും DFA that reject the string with the substring BA. ഇതൊന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഇപ്പം BA സ്ട്രിംഗ് ആദ്യം എടുക്കാം. അതായത് ABBA. സോ ABBAയിൽ BA സബ്സ്ട്രിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്കത് നോക്കാം ABBA വരുമ്പോൾ ഇത് അക്സെപ്റ്റഡ് ആവുന്നുണ്ടോ എന്ന്. ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Q0 ABBA ആണ് നമ്മുടെ സ്ട്രിംഗ്. Q0യിൽ A റീഡ് ചെയ്ത് കഴിഞ്ഞാൽ Q0യിൽ തന്നെ നിൽക്കുന്നു. സോ Q0യിൽ തന്നെ നിൽക്കുന്നു. A റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് BBA ആണ്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്ന Q0യിൽ ഈ BU ആണ്. Q0യിൽ B വന്നാൽ നമ്മൾ Q1ലേക്ക് പോകുന്നു. സോ ഇത് നമ്മളെ Q1ലേക്ക് മൂവ് ചെയ്യും. ആ B റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റീഡ് ചെയ്യാനുള്ളത് ഈ സെക്കൻഡ് B ആണ്. സോ സെക്കൻഡ് B വരുമ്പോൾ നോക്കിക്കോളൂ അത് Q1ൽ തന്നെ റീറ്റെയിൻ ആകുന്നു. ബിയും റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു A മാത്രമാണ് റീഡ് ചെയ്യാനുള്ളത്. അപ്പോ B അപ്പൊ Q1ലാണ് നമ്മൾ നിൽക്കുന്നത്. Q1ൽ A വന്നു കഴിഞ്ഞാൽ നമ്മൾ Q2ലേക്ക് പോകുന്നു. Q2 ഈസ് ലൈക്ക് എ ക്യൂ ട്രാപ്പ്. നമ്മൾ ഫൈനൽ സ്ട്രിംഗ് A ആണ്. Q1ൽ A റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ Q2ലേക്ക് പോകുന്നു. ഇനി ഒന്നും റീഡ് ചെയ്യാനില്ല. എപ്സിലോൺ ആണ് ഇനി റീഡ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയില്ല. അതായത് ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് Q0യോ Q1ഓ ആണ്. Q2 എന്ന് പറയുന്ന ക്യൂ ട്രാപ്പ് ആണ്. അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇത് റിജക്ട് ആകും. ദാറ്റ് മീൻസ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ BA സബ്സ്ട്രിംഗ് വരുന്ന ഒരു കണ്ടീഷൻ ഇവിടെ അക്സെപ്റ്റ് ആവില്ല. ഇങ്ങനെയാണ് നമുക്ക് നെഗേറ്റഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യേണ്ട DFAനെ വരയ്ക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. റിജക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ. ഞാൻ ആദ്യം ഒരു പറഞ്ഞിരുന്നു DFA that rejects string with more than 3 A's. More than 3 A's. More than 3 3A കൂടുതലുള്ളതാണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ 3A ഉള്ള കണ്ടീഷൻ വരയ്ക്കാം. അപ്പൊ 3A ഉള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ Q0 സ്റ്റാർട്ട് ചെയ്യുന്നു. Q1ലേക്ക് A, Q2ലേക്ക് A, Q3ലേക്ക് ഒരു A. മോർ ദാൻ 3. ഓക്കെ. നമ്മൾ ആദ്യം റിജക്ട് മോർ ദാൻ 3 ആണ്. അതുകൊണ്ട് 4 എന്നുള്ളത് തന്നെ വരയ്ക്കാം. ഇതിപ്പോ അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണ്. ഇനി B എത്ര വേണേലും വരാം എന്നുള്ളതാണ്. കോൺസിക്യൂട്ടീവ് ആയിട്ടൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് B അടുപ്പിച്ച് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് B എത്ര വേണമെങ്കിലും വരാം. പിന്നെ ഇവിടെ Aയും എത്ര വേണമെങ്കിലും വരാം. ഓക്കെ. അപ്പൊ മോർ ദാൻ ഇത് A അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എല്ലാത്തിനെയും ഫൈനൽ നോൺ ഫൈനൽ തമ്മിൽ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. ഞാൻ ഇതിൽ തന്നെ വരയ്ക്കാണ്. അപ്പൊ ഇത് നോൺ ഫൈനൽ ആകും. ഇത് ഫൈനൽ ആകും. ഇതും ഫൈനൽ ആകും. ഇതും ഫൈനൽ ആകും. Q4 മാത്രം നമുക്ക് ഞാനൊന്ന് താഴേക്ക് വരയ്ക്കുന്നു അതിനെ. അത് Q4 വന്നിട്ട് ഒരു ക്യൂ ട്രാപ്പിന് ഈക്വലന്റ് ആകും. അപ്പൊ ഇത് നോക്കിയേ, ഒരു A ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റഡ് ആകും. അപ്പം റിജക്ട് മോർ ദാൻ 3 A's എന്നാണ്. അപ്പം അക്സെപ്റ്റ് ചെയ്യേണ്ട ലെസ് ദാൻ 3 A's എന്നുള്ള കണ്ടീഷൻ. അപ്പൊ ഒരു A അക്സെപ്റ്റ് ആവും, 2 A അക്സെപ്റ്റ് ആവും, 3 A അക്സെപ്റ്റ് ആവും. കൂടുതൽ വന്നു കഴിയുമ്പോൾ അത് റിജക്ട് ആവും. ഇതിന്റെ കറസ്പോണ്ടിങ് 5 മെമ്പേഴ്സിനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെന്റിംഗ് കണ്ടീഷൻ ഓഫ് എ DFA ഡീൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിമ്പിൾ പൊസിഷൻ തരുന്ന കണ്ടീഷൻസ് ഉണ്ട്. സ്പെസിഫിക് കണ്ടീഷൻസ് അതിവിടെ നമുക്ക് നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക്
let language L is equal to W, which is an element of A, B star. That means നമ്മുടെ alphabets A and B ആണ്. Where the number of B's in W mod 3 greater than 1. See, ഇതിൽ ബൈനറി റെപ്രസെന്റേഷൻ അല്ല. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഇത് ബൈനറി റെപ്രസെന്റേഷൻ വെച്ച് പെട്ടെന്ന് ചെയ്തു വെക്കും. ഇതിൽ നമ്മുടെ ആൽഫബറ്റ്സ് വന്നിട്ട് എ ആൻഡ് ബി ആണ്. അത് നമ്മൾ ഓർക്കണം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് എസ് മോഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റിമൈൻഡർ വരുന്ന കണ്ടീഷൻസ് എന്നുള്ളതാണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഡിവിസിബിൾ ബൈ ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫ്രെയിം. അപ്പം ഇതിൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 2 വരുന്ന കണ്ടീഷനാണ്, ബൈനറി അല്ല കേട്ടോ, അത് നമ്മൾ ഓർക്കണം. സോ ഇതിൽ ഞാൻ വരയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ലോജിക്കാണ്. ഇതെന്താണ്, ആദ്യം നമ്മൾ ഡിവിസിബിൾ ബൈ 3 എന്നുള്ള കണ്ടീഷനിൽ ഒന്ന് ഓർത്ത് വരയ്ക്കാം. Q0 സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ബീസ് ആണ്. അപ്പൊ ബി 3 വരുന്ന സിറ്റുവേഷൻ പോലെ നമ്മൾ വരയ്ക്കുന്നു. Q1 Q2. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിപ്പം 1 2 3 ബി. അപ്പൊ ഇതിൽ 3 ബീസിന്റെ റെപ്പിറ്റേഷൻ വന്നോളും. ഇനി ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് ഇത് വരണം എന്നുള്ള മാത്രം കണ്ടീഷനേ ഉള്ളൂ. ഇതിപ്പോ സപ്പോസ് ഡിവൈഡഡ് വെൻ നമ്പർ ഓഫ് ബീസ് മോഡ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0യിലേക്ക് ഇടും. 1 ഈക്വൽ ടു 1 ആണെങ്കിൽ 1ലേക്ക്. ഇതിപ്പോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്നാണെങ്കിൽ നമ്മൾ ഇവിടെയും കൂടെ ഇതുകൊണ്ട് ഫൈനൽ സ്റ്റേറ്റ് ആക്കും. ഇനി ഇതിൽ എയെ കുറിച്ച് നമ്മൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ക്വസ്റ്റനിൽ. അതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എ എല്ലാ ഇതിലും സൈക്കിളിലും ഹോൾഡ് ചെയ്യുന്നതായിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു ആൽഫബറ്റിന്റെ റെപ്പറ്റീഷൻസ് മോഡ് 4 മോഡ് 5 എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. അപ്പം പിന്നെ ശരിക്കും യുണീക്ക് ആവണം എന്നില്ല കേട്ടോ. ഇത് വേറൊരു തരത്തിലും നമുക്ക് വരയ്ക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് യുണീക് ഡി എഫ് എ എന്നുള്ള എല്ലാ, അതായത് കറക്റ്റ് ആയിട്ട് എപ്പോൾ ഡി എഫ് എ പോലെ തന്നെ ഇരിക്കണം നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. വേറൊരാളുടെ തോട്ട് പ്രോസസ് അനുസരിച്ച് അതിന് ചേഞ്ച് വരാം. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഡി എഫ് എയുടെ ക്വിൻറ്റപ്പിൾസിനെയും ഇതിൽ നമ്മൾ എഴുതണം. നെക്സ്റ്റ് ഇനി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല, ഒന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. DFA where the first and second symbol matches. First and second symbol matches over the alphabet X and Y. നമുക്ക് ആൽഫബറ്റ് എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇതില് കറസ്പോണ്ടിങ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സിമ്പിൾ മാച്ചസ്. XX കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും വരാം. YY അടുത്തെന്ന് പറഞ്ഞാൽ YY കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും വരാം. ഇതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾക്ക് എങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. Q0യിൽ നിന്ന് X വന്നാൽ നമ്മൾ Q1ലേക്ക് പോകുന്നു. X വന്നാൽ നമ്മൾ Q2ലേക്ക് പോകുന്നു. രണ്ടെണ്ണ ഉള്ളെങ്കിൽ ഇവിടെ ഇത് എൻഡ് ചെയ്യാം. സെയിം വേ ഇപ്പോ Y വന്നാല് Q3ലേക്ക് പോകുന്നു. വീണ്ടും Y വന്നാൽ ഞാനൊരു Q4ലേക്ക് പോകുന്നു. ഇതിനെ ഫൈനൽ ആക്കുന്നു. Q0യിൽ XYയും കണ്ടീഷൻ ഇതായി. Q1ൽ ഇവിടെ Y വന്നാൽ ഇതാണ് കണ്ടീഷൻ. ഇവിടെ Y X കഴിഞ്ഞാൽ പിന്നെ X തന്നെ വരണം, Y വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു Q ട്രാപ്പിനെ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് Y വന്നാൽ ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇവിടെ Q1ൽ Xും Yയും നമ്മൾ കഴിഞ്ഞു. Q2ല് Xും Yയും മിസ്സിംഗ് ആണ്. ഈ XX വന്നു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് Xോ Yയോ വന്നാലും നമുക്ക് പ്രശ്നമല്ല. സെയിം വേ Q3യിൽ ഇനി ഒരു X വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. ഇനി ഇവിടെ Xോ Yയോ എത്ര വേണമെങ്കിൽ വരാം. സോ ഇതാണ്. ഇനി Q ട്രാപ്പിൽ Xോ Yയോ എത്ര വന്നാലും ഒരു കാര്യമില്ല, നമ്മൾ അത് Xനെയും Yനെ ഇതിന്റെയും ക്വിൻറ്റപ്പിൾസ് മെമ്പേഴ്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഒക്കറൻസ് എന്നുള്ളതാണ്. അടുത്ത സെഷനിൽ നമുക്ക് ഡീൽ ചെയ്യാം. ബിക്കോസ് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.